ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഗുഡ് മോർണിംഗ് ടീച്ചർ. ഗുഡ് മോർണിംഗ്. ഇന്നലെ നമ്മൾ എന്തൊക്കെ പഠിച്ചേ? ഞാൻ എല്ലാവരോടും ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ആരൊക്കെ എന്തൊക്കെ പഠിച്ചിക്കണോ നോക്കാലോ. അത് വേണോ മിസ്സേ? വേണം. പെൻസിലിന്റെ സ്പെല്ലിംഗ് എന്താ പാറു പറഞ്ഞേ? ഞാനാണോ മിസ്സേ? നീ എന്നല്ലേ പാറു? അപ്പൊ നീ പറയ്. PENCIL പെൻസിൽ. ഓക്കെ ഗുഡ്. ഇനി ആമിന് പറഞ്ഞേ റൂളറിന്റെ സ്പെല്ലിംഗ് എന്താ? RULER റൂളർ. ഓക്കെ ഗുഡ്. അബു പറഞ്ഞേ ഷാർപ്പനറിന്റെ സ്പെല്ലിംഗ് എന്താ? എനിക്കറിയാമെന്നല്ലേ എന്നോട് ടഫില്ല, എന്നോട് ചോദിച്ചാന്ന്. അത് വലിയ ടഫൊന്നുമില്ലല്ലോ, ഇന്നലെ 10 വട്ടം പഠിപ്പിച്ചതല്ലേ. പറയാൻ നോക്കട്ടെ. SHARPNER ഷാർപ്പനർ. അപ്പോൾ ഒരു ആരാ പറയാ? അത് ടീച്ചർ പറഞ്ഞില്ല, എന്നെ ഞാനെന്തിനാ പറയണു? അപ്പം ഞാൻ പറഞ്ഞ പിന്നെ എനിക്ക് പറയണ്ടേ. വിഷ്ണു പറഞ്ഞേ എറേസറിന്റെ സ്പെല്ലിംഗ് എന്താ? ERASER എറേസർ. ഓക്കെ ഗുഡ്. ലച്ചു പറഞ്ഞേ സ്റ്റാപ്ലെയറിന്റെ സ്പെല്ലിംഗ് എന്താ? അത് STAPLER സ്റ്റാപ്ലെയർ. ഓക്കെ ഗുഡ്. ശിവ പറഞ്ഞേ ചെയറിന്റെ സ്പെല്ലിംഗ് എന്താ? CHAIR ചെയർ. കലണ്ടറിന്റെ സ്പെല്ലിംഗ് ആർക്കറിയാം? എനിക്കറിയാം മിസ്. എന്ന് പറഞ്ഞേ നോക്കട്ടെ. CALENDER കലണ്ടർ. വെരി ഗുഡ് പാറു. കാൽക്കുലേറ്ററിന്റെ സ്പെല്ലിംഗ് ആർക്കറിയാം? എനിക്കറിയാം മിസ്. CALCULATOR കാൽക്കുലേറ്റർ. ഗുഡ് പാറു. എന്താ പാറുവിനുള്ളിൽ പഠിച്ചിട്ട് ബാക്കി ആരും പഠിച്ചിട്ടില്ല? എന്തായിരിക്കും ഒന്നും അറിയില്ലേ? ചേട്ടാ ഈ പാറു നല്ലോണം പഠിച്ചിക്കണല്ലോ. മറ്റേത് ഉൾക്കൊന്നും അറിഞ്ഞില്ല, എന്നോട് ചോദിച്ചിട്ട് എക്സാമിനൊക്കെ എഴുതിയത്. ഇപ്പോൾ ഒന്നും എന്നോട് ചോദിക്കലില്ല, അപ്പോൾ നല്ലോണം പഠിക്കണ്ടെന്നാ തോന്നണേ. ഹൈലൈറ്ററിന്റെ സ്പെല്ലിംഗ് എന്താ? ഇതെന്തായാലും ഞാൻ പറയും. HIJHJK. എന്താ ലച്ചു അങ്ങനെ തപ്പണ്? പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ മതി. വേറെ ആർക്കറിയാ? എനിക്കറിയാം മിസ്. എന്നാ പറ പാറു. HIGHLIGHTER ഹൈലൈറ്റർ. വെരി ഗുഡ് പാറു. ചേട്ടാ അവൾക്ക് മിസ്സിൻ്റെ അടുത്ത് 2 വട്ടം വെരി ഗുഡ് കിട്ടി. എനിക്ക് ഗുഡ് മാത്രമേ ഉള്ളൂ കിട്ടിയത്. നാളെ മുതൽ എന്തായാലും ഓളെക്കാട്ടിൽ ഞാൻ നല്ലോണം പഠിച്ചു. എന്നിട്ട് മിസ്സിൻ്റെ അടുത്ത് ഞാൻ വെരി ഗുഡ് 3 എണ്ണം പഠിച്ചു. അല്ല ബാക്കിയുള്ളവരൊക്കെ എന്താ പഠിച്ചാൽ അങ്ങോട്ട് പോന്നേ? ഇന്നലെ എടുത്ത് എന്നൊക്കെ പഠിച്ചു വരണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? യെസ് മിസ്. എന്നിട്ട് എന്തായാലും പഠിച്ചായിരുന്നു? ടൈം കിട്ടിയില്ല ടീച്ചർ. അതെന്താ നിങ്ങൾ സ്കൂളിലിട്ട് കളക്കാനാ പോണേ? അല്ല പണി എടുക്കണവർക്കാണെങ്കിൽ ടൈം കിട്ടിയില്ല എന്ന് പറയാം. നിങ്ങൾക്ക് ഇപ്പം എന്താ ടൈം കിട്ടാത്തത്? ഓരോ ന്യായങ്ങളാണ് പറഞ്ഞു തരും പഠിച്ചാതിരിക്കാൻ വേണ്ടിയിട്ടേ. പഠിച്ച നിങ്ങൾക്ക് തന്നു, ഞാൻ പറഞ്ഞിട്ട് ഇപ്പോൾ എന്തെങ്കിലും കാര്യമുണ്ടോ? എനിക്കൊരു കുഴപ്പമില്ല. എനിക്ക് നിങ്ങളെ പഠിപ്പിച്ച് നാളെ വേറെ ക്ലാസ് എടുത്താൽ അതിൻ്റെ ആവും. നിങ്ങൾക്ക് ആ കാര്യം ഇവിടെ ഇരിക്കേണ്ടി വരും. പിന്നെ അടുത്തല്ലോ ഇവിടെ തന്നെ ഇരിക്കേണ്ടി വരും. എനിക്ക് നിങ്ങൾ പോയി അടുത്ത പ്രാവശ്യം വേറെ കുട്ടികൾ വരും, അപ്പോൾ ഞാൻ ഓലെ പഠിപ്പിക്കും. എനിക്ക് ആ പഠിപ്പിച്ചാലേ മാത്രമേ ഉള്ളൂ ജോലി. അല്ല നിങ്ങളെ പഠിപ്പിച്ച് അങ്ങോട്ട് എടുക്കണമെന്നൊന്നും എനിക്ക് നിർബന്ധമൊന്നുമില്ല. ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾക്ക് വേണമെങ്കിൽ പഠിച്ചു, അത്രേ ഉള്ളൂ. ഞാൻ വേണ്ടാന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ഓലൊക്കെ തലൻ്റെ മുകളിൽ കയറുക. അല്ലെങ്കിൽ ഞാൻ കുറച്ചുള്ളൂ ക്ലാസ്സിൽ പാടെടുക്കണത്. ആ പാഠം നിങ്ങൾക്ക് നാളേക്കത്തിന് പഠിച്ചു വരാൻ പറ്റൂലേ? ബാക്കിയുള്ള ക്ലാസ്സൊക്കെ നമുക്ക് എൻ്റർടൈൻമെൻ്റ് ആയിട്ട് ചെയ്യുക എന്തെങ്കിലും കാര്യങ്ങൾ. ഇതാകെ 2-3 ക്ലാസ് എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് പഠിച്ചാൽ വയ്യല്ലേ? ഞാനൊരു കാര്യം പറ്റ മറന്നിക്കണു. എൻ്റെ ഡെസ്കുമ്പോൾ അന്ന് എക്സാം ഇട്ട പേപ്പറുകൾ ഉണ്ടായിരുന്നു, ഞാനത് കൊടുന്നേരാൻ പറ്റ മറന്നു. അതെന്തായാലും നിങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് നന്ദി. ചേട്ടാ മിസ് മറന്നു എന്ന് വിചാരിച്ചാണ്. പഠിച്ചാൽ മതിയാണോ? പാറു പോയിട്ട് അതൊന്ന് എടുത്തിരുന്നേ. ഓക്കെ മിസ്. ഇത് മിസ്സേ പേപ്പർ. ഇനി ഈ അവിടെ പോയിരുന്നു കേട്ടോ. പാറു. യെസ് മിസ്. 40 ഗുഡ് ഗേൾ. 40 ഉണ്ടോ? താങ്ക് യു. ഇനി ഇതേപോലെ പഠിക്കാൻ കേട്ടോ പാറു. യെസ് മിസ്. ലച്ചു. യെസ് മിസ്. ഒന്നിങ്ങോട്ട് വന്നേ, ഞാനൊന്ന് നിന്നെ കാണട്ടെ. എനിക്ക് നല്ല മാർക്ക് ഉണ്ടെന്ന് തോന്നുന്നല്ലോ മിസ്സിന്റെ വർത്താനം കേട്ടിട്ട്. മിസ് എന്നെ ഗിഫ്റ്റ് തരാൻ വിളിക്കായിരിക്കുമല്ലേ? യെസ് മിസ് പറഞ്ഞോളൂ. പറയാൻ മാത്രമല്ല കൊട്ടതിലുണ്ടല്ലോ. എത്ര മിസ്സേ എൻ്റെ മാർക്ക്? 40-ൽ 0. അയ്യോ ഇതിനാണ് അത്ര ഗമയിൽ വന്നേ. എന്താ ലച്ചു നിനക്ക് ഇവിടുന്ന് പാസ്സായി പോകണമെന്ന് തീരെ ആഗ്രഹമല്ലേ? ഉണ്ട് മിസ്സേ. പിന്നെ നീ എന്താ പഠിക്കാതെ വന്നേ? അത് പിന്നെ അന്ന് വീട്ടിൽ കസിൻസുകൾ ഉണ്ടായിരുന്നു, അതുകൊണ്ട് പഠിക്കാൻ പറ്റില്ല. അതെന്താ അവരുണ്ടാകുമ്പോൾ പഠിക്കാൻ പറ്റൂലേ? നിന്റെ വീട്ടിലെന്താ ഒരു മുറിയുള്ളൂ, പഠിക്കാനുള്ള സ്ഥലമൊന്നുമില്ലേ? അത് പിന്നെ അവരൊക്കെ വന്നപ്പോൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നില്ല. അങ്ങനെ പറയാമല്ലോ, അത് ഓലെ കുഴപ്പമില്ലല്ലോ. ഈ മാർക്ക് കൊണ്ടാണ് ഈ എവിടെ എത്തൂല കേട്ടോ. അടുത്ത എക്സാമിന് നോക്കാം മിസ്സേ. കഴിഞ്ഞ പ്രാവശ്യം നീ അതിനല്ലേ പറഞ്ഞേ അടുത്ത എക്സാമിന് നോക്കാന്? എന്നിട്ട് ഈ പ്രാവശ്യം എന്താ നോക്കായിരുന്നു? നോക്കിയിരിക്കലുള്ളൂ ഉണ്ടാവുക, പിന്നെ ഇവിടെ തന്നെ ഇരിക്കേണ്ടി വരും ഈ കൊല്ലോ. എന്താ വെച്ചാൽ കാട്ടിക്കൂടെ കൊണ്ട് പേപ്പർ. എന്നിട്ട് ആ പേപ്പർ ഇട്ടിട്ട് ഒരു എളുപ്പമില്ലാതെ നിൽക്കലുണ്ടോ? പേരൻസിനെ കൂട്ടി വന്നാൽ മതിട്ടോ അടുത്ത ക്ലാസ്സിൽ. മിസ്സേ അത് വേണോ? പിന്നെന്താ വേണ്ടായി? അമ്മി അച്ഛനും പറഞ്ഞാൽ എന്നെ തല്ലിക്കൊല്ലും. കൊല്ലണല്ലോ, അവരൊക്കെ എത്ര ഫീസ് മുടക്കിയിട്ട് നിങ്ങളെ പഠിപ്പിക്കണം നിങ്ങൾക്ക് വല്ല ചിന്തയുണ്ടോ? എന്നിട്ട് നിങ്ങൾ ഇവിടെ വന്ന് കളിച്ച് കുത്തിരിക്കുക. കേൾക്കട്ടെ, നല്ലോണം കേൾക്കട്ടെ. മിസ്സേ വേണ്ട മിസ്സേ. കൊണ്ടുവരണം എന്ന് പറഞ്ഞാൽ കൊണ്ടുവരണം, അതിൽ നോ എക്സ്ക്യൂസ്. ഇതിൽ തന്നെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഞാൻ ചോദിച്ചിരിക്കുന്നത്, എന്നിട്ട് അതുപോലും നിങ്ങൾക്ക് എഴുതാൻ വയ്ക്കൂല എന്ന് പറഞ്ഞാൽ മോശം, വളരെ മോശം. ഇനി മുങ്ങിയിട്ടൊന്നും കാര്യമല്ല, പഠിക്കേണ്ട ടൈമിൽ പഠിക്കേണ്ടിയിരുന്നു. എന്തോന്ന് ലച്ചു ഇത്, നിനക്കൊന്ന് നേരെ പഠിച്ചൂടെ? നീ നല്ല പഠിച്ചുകൂടല്ലോ, മതി. എനിക്ക് പേപ്പർ ഇട്ടുമ്പോൾ നോക്കിക്കൊണ്ട് എനിക്കൊക്കെ നല്ല മാർക്കേ തരാം. നോക്കാം. ലച്ചു പോയിരിക്ക സീറ്റിൽ, അവിടെ നിന്ന് ഇങ്ങനെ വർത്താനം പറയാതെ. അബു. യെസ് മിസ്. 40-ൽ 25. അടുത്ത എക്സാമിൽ ഇതിലേറെ മാർക്ക് പഠിച്ചോ കേട്ടോ അബുവോ. മേടിക്കാം മിസ്. ഞാൻ പറഞ്ഞില്ല ലച്ചു എനിക്ക് എന്നെക്കാട്ടിലും മാർക്ക് ഉണ്ടാവുന്നു. എനിക്ക് 40-ൽ 25. ഇനി വല്ല വർത്താനം പറയാൻ നിൽക്കണ്ട. കോപ്പി അടിച്ച് എഴുതിക്കാറല്ല, എനിക്ക് എങ്ങനെ എത്ര മാർക്ക് കിട്ടണോ? ഞാനൊക്കെ നല്ലോണം പഠിച്ച് എഴുതിയതാ മളേ. ഓനിപ്പോൾ എൻ്റെ പോലെ നല്ലോണം പഠിച്ചാൽ തുടങ്ങിക്കണു. ശിവ. യെസ് മിസ്.
എന്താ ശിവ ഇത്? നീ നല്ലോണം പഠിച്ചിരുന്നൊരു കുട്ടിയല്ലേനു. 40 5 മാർക്ക്, ബാക്കി മാർക്കൊക്കെ എവിടെ പോയി? 40 5ഓ? എന്നോടാ ചോദിക്കണ ശിവ. അത് പിന്നെ എന്ത് പിന്നേന്ന്? എഴുതാൻ ടൈം കിട്ടിയില്ല മിസ്. 1 മണിക്കൂർ വരെ ഞാൻ ക്ലാസ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് നിങ്ങൾക്ക് എഴുതാൻ ടൈം കിട്ടിയില്ലാന്നോ? പഠിച്ചിട്ടില്ലാന്ന് പറ ശിവ. നീ ഇപ്പൊ ലച്ചുവിനൊപ്പം കൂടിയിട്ട് നല്ല ഉഴപ്പലാണല്ലോ. മറ്റേ നീ ഫ്രണ്ട് സീറ്റിലേന്നോ, എന്നിട്ട് ഇപ്പൊ ബാക്ക് സീറ്റിൽ പോയിരുന്നിക്ക അല്ലേ? ഫ്രണ്ടിലായിരുന്ന നീ നല്ലോണം പഠിച്ചിരുന്നു, ഇപ്പൊ ബാക്കിൽ പോയിരുന്നിക്ക. അപ്പൊ ഒന്നും പഠിച്ചണ്ടല്ലോ. എന്താച്ചാ കാട്ടൂടെ? എന്നാ കൊണ്ടേക്കോ. ആമിന 40 30. എന്താ ആമിന പഠിത്തത്തിൽ ബാക്കിക്ക് പോയോ? അത് പിന്നെ ഫുള്ള് പഠിച്ചിരുന്നില്ല, കുറച്ചുള്ളു പഠിച്ചിരുന്നു. അതെന്താ ഫുള്ള് പഠിച്ചാൻ പറ്റാത്ത? കുറച്ചുള്ളു പഠിച്ചിരുന്നു, പിന്നെ ഉറക്ക വന്നപ്പോൾ അങ്ങനെ ഇറങ്ങി. അടുത്ത എക്സാമിന് എന്തായാലും നല്ല മാർക്ക് പഠിച്ചോണ്ടു. ഓക്കെ മിസ്. ഇനിയിപ്പോൾ എൻ്റെ പേപ്പറിലുള്ള കിട്ടാൻ. വിഷ്ണു. യെസ് മിസ്. 40 10 മാർക്ക്. അന്നെ പിന്നെ വെച്ച് പ്രതീക്ഷയൊന്നുമില്ല. അപ്പൂൻ്റെ ഒപ്പം നടന്നിട്ടില്ല, എനിക്ക് 2 വാക്ക് പഠിച്ചൂടെ? അങ്ങനെ പറഞ്ഞു കൊടുക്കും മിസ്സേ. ഞാൻ അടുത്ത എക്സാമിൽ എനിക്ക് മാർക്ക് കൊടുക്കുന്ന അതൊന്നല്ലേ കരട്ടാ പോവാ. പോകാൻ വലിയ പഠിപ്പായി. വിഷ്ണു അടുത്ത എക്സാമിൽ എനിക്ക് 40 40 കിട്ടാൻ കേട്ടോ. ഓക്കെ മിസ്സേ. ഓക്കെ എന്നല്ല, കിട്ടിയിട്ടില്ലെങ്കിൽ നല്ല ചൂരൽ കഷായം ഉണ്ട്, ഇവിടെ തരും. പിന്നെ ലച്ചുവിൻ്റെ അമ്മ മാത്രം തിങ്കളാഴ്ച മൺഡേ വരുമ്പോൾ അമ്മനെ അച്ഛനെയും കൊണ്ട് വന്നാൽ മതി കേട്ടോ ക്ലാസ്ക്ക്. ഓക്കെ മിസ്. എന്നാൽ എല്ലാവരും പേപ്പറുകൾ എടുത്തേച്ചേ. ലച്ചു കണ്ണടച്ചേ. ഇങ്ങനെ കറന്നെ അവിടെ കുത്തിരുന്നിട്ട് അടുത്ത എക്സാമിന് ഫുൾ മാർക്ക് പഠിച്ചിട്ടോ. ഓക്കെ മിസ്. എന്നാൽ നമുക്ക് കുറച്ച് എൻ്റർടൈൻമെൻ്റ് ആക്കാം അല്ലേ? ആ പേപ്പർ ഇട്ടീൻ്റെ ക്ഷീണൊക്കെ പോട്ടെ. എന്നൊരു പാട്ട് പാടിക്കേ. ഞാൻ പാടാം മിസ്. എന്താ പാടിക്കോ. തമ്മിൽ പിണങ്ങി പോകല്ലേ, കാണാതെ മായില്ലേ കണ്ണേ, നമ്മൾക്ക് നാം തന്നെയല്ലേ, കൂടെ പിറന്നവരല്ലേ, ഹൃദയം മുറിയും അഴകേ വന്നാലും മകനെ, പുറമേ കരയില്ലേ താനും. തമ്മിൽ പിണങ്ങി പോകല്ലേ, കാണാതെ മായില്ലേ കണ്ണേ, നമ്മൾക്ക് നാം തന്നെയല്ലേ, കൂടെ പിറന്നവരല്ലേ, ഹൃദയം മുറിയും അഴകേ വന്നാലും മകനെ, പുറമേ കരയില്ലേ താനും. എന്ത് പാട്ടാടോ? രസല്ലേ മിസ്സേ? പിന്നെ ഉണ്ട്. ഇനി ആരാ പാടുക? അബു പഠിക്കേ. കൊലുസ് കെട്ടിയ സുവർണ്ണ സുന്ദരി ചിന്തിയിലും ചിന്തിലമോടെ, മധുര നൊമ്പരമുതിരും പാട്ടി നിശൽ കൊണ്ടുവാ, മണക്കും മറ്റൊരു പറക്കും തന്നെയുലയും തട്ടത്തിൽ നീളെ, ഉദിച്ച നക്ഷത്രമുട്ടുകൾ തോറും പ്രണയം കൊണ്ടുവാ, അഴകിൻ വസന്തമേ അനുരാഗരാഗിണി, ചന്ദ്രിക ചാലിൽ കുടിച്ചുവാ, നീലയിലയും അച്ഛനുമായിടാ, ചന്ദന കാറ്റിൽ ഒഴുകുവാ, നീ സുഹറയും അച്ഛനുമായിടാ. വേറെ പാട്ട് പാടടാ, ഞാൻ പാടാം. അരിപ്പൊടി ജീരകം മഞ്ഞൾ കൊത്തമല്ലി അമ്മി മേലിട്ടിട്ട് നീട്ടി അരച്ചോളി, അരിപ്പൊടി ജീരകം മഞ്ഞൾ കൊത്തമല്ലി അമ്മി മേലിട്ടിട്ട് നീട്ടി അരച്ചോളി. ലച്ചു പാടിക്കേ. പ്രായം നമ്മിൽ മോഹം നൽകി, മോഹം കണ്ണിൽ പ്രേമം നൽകി, പ്രേമം നെഞ്ചിൽ രാഗം നൽകി, രാഗം ചുണ്ടിൽ ഗാനം നൽകി, ഗാനം മൂളാൻ ഈണം നൽകി, ഈണം തേടും ഈരത്തണ്ടിൽ കാറ്റിൻ കൈകൾ താളം തട്ടി താളക്കൊമ്പൂനാലാടി. എന്തൊക്കെ പാട്ടാ ഇത്? ആമിന പാടിക്കേ. പറന്ന് പോയൊരു കിളികളെ ഓർത്തുതൻ വഴിയിലെ ചില്ലകളിൽ വരുമോ, നിറയും ഈ മീനയിലെ നീർമണി നനവുകൾ മായ്ച്ചിടുവാൻ വരുമോ, ഒരു തൂവല്ലിനി തരുമോ, നിറങ്ങൾ വരുമോ, സ്വരങ്ങൾ വരുമോ, മഴയുടെ ശ്രുതി തരുമോ, ഒരു ദിനം കനവിൽ മലർവാണം അരികിലിതു മിഴികളിലുടരുകയോ, ഇതുവരെ കരളും പ്രിയമൊഴി മധു പകരും പലതിൽ മോർത്തിടുവേ, പണ്ടു പണ്ട് പുത്ത മലരുകൾ മിന്നും മിന്നാമീനുമുകൾ ഒരു കുറിയിനി വരുമോ, ആരു ചിരിയുടെ ഇതളുകൾ പുലരുൾ ഇരുളിയായി വരും. നിങ്ങൾക്കൊന്നും വയ്യ, ഞാൻ പാടാ ഒരു പാട്ട്. മിസ് പാടേ.